ഹായ് ഫ്രണ്ട്സ്, ആരാമം ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഫെലനോപ്സിസ് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് ഫ്ലവർ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് വന്നിട്ട് ഡേ ട്രിപ്പർ എന്നുള്ള ഒരു വെറൈറ്റിയിൽ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ് കേട്ടോ. ഡേ ട്രിപ്പർ ഇതിപ്പോൾ വിരിഞ്ഞിരിക്കുന്നത് ഹോട്ട് ചില്ലി എന്നുള്ള ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ വിരിഞ്ഞ ഫ്ലവർ ആയതുകൊണ്ടാണ് ആ ഒരു ഭയങ്കര ഡാർക്ക് കളർ വരുന്നത്. അതായത് AC കണ്ടീഷനിൽ വിരിഞ്ഞ ഫ്ലവേഴ്സ് അല്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വിരിഞ്ഞ ഈ ചൂട് സമയത്ത് വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളറ് വരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് ഹോട്ട് ചില്ലി എന്നുള്ള ഒരു വെറൈറ്റിയിൽ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ്. ഇത് സോഗോ അപ്പോളോസൺ എന്നുള്ളതിൻ്റെ ഫ്ലവറാണ്. സോഗോ അപ്പോളോസൺ അതിൻ്റെ സ്പൈക്ക് ഉണ്ടല്ലോ, നല്ല വലിയ സ്പൈക്കാണ് വിരിഞ്ഞിരിക്കുന്നത്. ഇത് ഡേ ട്രിപ്പർ തന്നെയാണ് കേട്ടോ. ഡേ ട്രിപ്പർ ഇതും സോഗോ അപ്പോളോസൺ ആണ്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് പ്ലസ് വൈറ്റ് ലിപ്പ് വന്നിട്ട് ഡാർക്ക് പിങ്ക് അങ്ങനെ വരുന്ന ഒരു ഫ്ലവറാണ് ഡേ ട്രിപ്പ് സോഗോ അപ്പോളോസൺ. നല്ല ഭംഗിയുള്ള ഫ്ലവർ വന്നിട്ട് നമ്മുടെ ലൗഡേയിൽ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ സ്പൈക്ക് ചെറിയ സ്പൈക്കാണ് വിരിഞ്ഞിരിക്കുന്നത്. ചെറിയ ഫ്ലവറാണ് ലൗഡേ. ഇനി അത് പ്ലാന്റ് മെച്ചുർ ആവുന്നതനുസരിച്ചാണ് പ്ലാന്റ് ഫ്ലവറിൻ്റെ എണ്ണം കൂടുക. ലൗഡ് ഇത് വന്നത് ടൈയിങ് ഷൈൻ എന്നുള്ളതിൻ്റെ വെറൈറ്റിയാണ്. ടൈയിങ് ഷൈൻ മറ്റ് വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ് കേട്ടോ. ടൈയിങ് ഷൈൻ നമ്മൾ ഫെലനോപ്സിസ് വിത്ത് ഫ്ലവറിൻ്റെ ഇതിടുമ്പോൾ നമുക്ക് കൂടുതൽ സെയിൽ നടക്കുന്നത്, സത്യം പറഞ്ഞാൽ എന്തൊക്കെ കളറുകളുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ സെയിൽ നടക്കുന്ന വൈറ്റ് ഫ്ലവറിനാണ് കൂടുതൽ സെയിൽ നടക്കുന്നതും കൂടുതൽ എൻക്വയറീസ് വരുന്നതും. കാരണം അതിൻ്റെ ഭംഗി, ഇപ്പോൾ വൈറ്റ് ഫ്ലവറിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഡ്രീം ചേസർ എന്നുള്ളതിൻ്റെ ഐഡിയയിൽ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ് കേട്ടോ. ഡ്രീം ചേസർ ഇതൊക്കെ വൈറ്റ് ഫ്ലവറിൻ്റെ കൂടെ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറുകളാണ്. ഈ പ്ലാന്റുകൾ വന്നിട്ട് ക്യാമറ ഒബ്സ്ക്യൂറ എന്നുള്ളതിൻ്റെ ബഡ് വന്ന പ്ലാന്റ്സ് ആണ്. ക്യാമറ ഒബ്സ്ക്യൂറ അതിൽ പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ള ബഡാണ്. ഇത് ബ്ലൂബെറി പൈ എന്നുള്ളതിൻ്റെ ഇതാണ്. അത് കൂടുതലും ഡബിൾ സ്പൈക്ക് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. വന്നിട്ട് ഡബിൾ സ്പൈക്ക് പ്ലാന്റ്സ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്പൈക്കിൽ തന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ചെറിയ ഫ്ലവർ ആയിരിക്കും. പക്ഷെ ഒത്തിരി ഫ്ലവർ നമുക്കൊരു സ്പൈക്കിൽ തന്നെ വിരിഞ്ഞു വരും. അതാണ് ബ്ലൂബെറി പൈൻ്റെ പ്രത്യേകത. അതാണ് ഇതാണല്ലേ. ഇതിനകത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ വിരിഞ്ഞു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ചെറിയ ഫ്ലവർ ആയിരിക്കും. മിനിയേച്ചർ ഫ്ലവറാണ്. പക്ഷെ പ്ലാന്റ് നല്ല പ്ലാന്റ് നല്ല ഉഷാർ പ്ലാന്റുകളാണ്. അടുത്തത് ഇത് വന്നിട്ട് നമ്മുടെ വൈറ്റ് ഫ്ലവറിൽ തന്നെ മിസ്റ്റി സ്നോ എന്നുള്ള ഒരു ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. മിസ്റ്റി സ്നോ നമുക്ക് അധികം ഇല്ല, 2 പ്ലാന്റേ ഉള്ളൂ മിസ്റ്റി സ്നോയ്ക്ക്. ഡംബോ എന്നുള്ളതിൻ്റെ ഇപ്പം ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നതാണ്. ഡംബോ നല്ലൊരു കളറാണ്. ഇത് നമ്മുടെ പർപ്പിൾ ഡസ്റ്റ് എന്നുള്ള പ്ലാന്റിൽ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ്. പർപ്പിൾ ഡസ്റ്റ് ഇതാണ് ഡ്രീം ചേസറിൻ്റെ ഫ്ലവറിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ. ഇത് സ്പ്ലെൻഡിഡ് എന്നുള്ളതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നതാണ്. സ്പ്ലെൻഡിഡ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതൊക്കെ വെള്ളയിൽ നല്ല പ്യുവർ വൈറ്റിൽ ലിപ്പ്, ഡാർക്ക് ലിപ്പ് എൻ്റെ ഫ്ലവറാണ്.
ഇനി വിത്ത് ഫ്ലവർ ആയിട്ടുള്ള ഈ ഫാലനോപ്സിസ് പ്ലാന്റിൻ്റെ റേറ്റ് പറയാം. 490 ആണ് നമുക്കിപ്പോൾ വിത്ത് ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റുകൾക്ക്. ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് വന്നിട്ട് 490 ആണ് കേട്ടോ. ഈ സ്പൈക്ക് വന്നിട്ടുള്ള ഇത്രയും ഉഷാറായിട്ടുള്ള ഇത്രയും വലിയ പ്ലാന്റ്സിന് 490 ആണ്. നമ്മൾ മിക്കവാറും ഫ്ലവർ അയക്കുമ്പോഴത്തേക്കും മിക്കവാറും പോട്ടോടുകൂടി അയക്കാൻ ചാൻസ് ഇല്ല. കാരണം പോട്ടോടുകൂടി അയക്കുമ്പോഴത്തേക്ക് പ്ലാന്റ്സിന് ബഡിനും ഒക്കെ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കാരണം ഇത് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് അയക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റിലെ ബഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പോട്ട് മാറ്റിയിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിൽ മീഡിയം വെച്ച് പൊതിഞ്ഞ് ഇട്ടായിരിക്കും നമ്മൾ അയക്കുന്നത്. കാരണം വിത്ത് പോട്ടോട് കൂടി ഇത്രയും സ്പൈക്കുള്ള വലിയ പ്ലാന്റ്സ് അയക്കുമ്പോൾ കൊറിയർ ചാർജ് ഭയങ്കരമായിട്ട് കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പോട്ട് മാറ്റിയിടേക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഭംഗി എന്താ പറയുക പെട്ടെന്ന് കേടുവരാൻ ചാൻസ്. കാരണം ഇത് ഈ പോട്ടിൽ മാക്സിമം ഇരുന്ന് വലുതായി കഴിഞ്ഞു. റൂട്ടൊക്കെ അതേ കണ്ടാൽ അറിയാം പുറത്തേക്ക് വന്നു തുടങ്ങി. അത്രയ്ക്ക് മെച്ചുറായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും ഫ്ലവറും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആർക്കെങ്കിലും പോട്ടോട് കൂടി തന്നെ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാൽ മതി. അപ്പോൾ അതിൽ കൊറിയർ ചാർജിൽ വ്യത്യാസം വരും. അപ്പോൾ മാക്സിമം അയക്കുന്നത് ഫ്ലവർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലും നല്ലത് എനിക്ക് തോന്നുന്നു എന്താ പറയുക വിത്തൗട്ട് പോട്ടായിട്ട് അയക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അത് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുത്തതിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, സ്പൈക്ക് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. വളരെ കുറച്ച് എണ്ണമേ ഉള്ളൂ. അത് വന്നിട്ട് 540 ആയിരിക്കും അതിൻ്റെ റേറ്റ്. അപ്പം സിംഗിൾ സ്പൈക്ക് 490, ഡബിൾ സ്പൈക്ക് 540 ആണ് നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് വന്നിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ സ്റ്റോക്ക് ആയതുകൊണ്ട് ഉള്ള ഇപ്പോഴത്തെ റേറ്റാണ്. ചിലപ്പോൾ അത് മാറാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ളതിൽ വരാൻ ചാൻസ്. ഒരു ഓഫർ പ്രൈസായിട്ട് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഫാലനോപ്സിസ് പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് വരാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ഡീറ്റെയിൽസ് അയക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഫുൾ അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് അയക്കാൻ നോക്കുക. DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ വേണ്ടതെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. പ്ലാന്റ്സ് ഡയറക്റ്റ് എന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ കോള് ഈ കാണുന്ന ഇതിനകത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യരുത്. കോൾ എടുക്കാൻ പറ്റില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒത്തിരി കോൾസാണ് വരുന്നത്. അതിനകത്ത് കോൾ എടുത്ത് മറുപടി പറയാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ റൂട്ടും കാര്യങ്ങളും അവൈലബിലിറ്റിയും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. വാട്സാപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജിന് റിപ്ലൈ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് കോൾ വിളിക്കാൻ നിൽക്കരുത്. കൺഫേം ചെയ്തിട്ട് മാത്രമേ വരാവൂ ഇവിടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇവിടെ എപ്പോഴും ആളുണ്ടാകണമെന്നില്ല. സ്റ്റാഫും എപ്പോഴും ചിലപ്പോൾ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ടൈം നോക്കിയിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പ്രോബ്ലം ഇല്ല. പക്ഷേ കൺഫേം ചെയ്തിട്ട് എന്താ പറയുക ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മത്സര വിജയിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇതുവരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. ഈ വീഡിയോ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അവർ. അപ്പോൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്ന ആളാണ് എന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുക. എന്നാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നല്ലേ എനിക്ക് സമ്മാനം അയച്ചു തരാൻ പറ്റത്തുള്ളൂ. അത് എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ ഈ വീഡിയോയ്ക്കും കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയറും കൂടെ ചെയ്യുക. ബാക്കിയുള്ളവർക്കും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫാലനോപ്സിസ് വിത്ത് ബഡ് ഫ്ലവർ ആയിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ഇടുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.